പ്രിയ പ്രിയ ദേശനിവാസികളെ, യേശുക്രിസ്തു ഇതാ ഭൂമിയിലേക്ക് മടങ്ങി വരുവാനുള്ള സമയമായിരിക്കുന്നു. ഇത് എല്ലാ ജാതി മതസ്ഥർക്കും അറിയാവുന്ന കാര്യമാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെയും ഈ കാര്യങ്ങളെ ഏറെക്കുറെ അംഗീകരിച്ച് കഴിഞ്ഞ കാര്യമാണ്. എന്നാൽ നോക്ക് പ്രിയരെ, ഈ യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് മടങ്ങി വരുന്നത് എന്നുള്ളൊരു കാര്യം പലരും ബോധപൂർവം മറന്നു പോകുന്നു. വിശേഷാൽ ക്രിസ്തീയ മതവിശ്വാസികളായിരിക്കുന്നവർ ഇതിന് അല്പം പോലും വില കൊടുത്തിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു ഇനി മടങ്ങി വരുന്നതിൻ്റെ കാരണം, പ്രിയപ്പെട്ടവരെ, അവൻ ഒരിക്കൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് നമ്മുടെ എല്ലാവരുടെയും പാപം ചുമന്ന് മരിക്കുവാൻ, കഷ്ടമേറ്റ് മരിപ്പാനായിട്ട് വന്നതാണ്. കാരണം നമ്മളെ വീണ്ടെടുക്കണമെങ്കിൽ നമുക്ക് പാപമോചനം ലഭിക്കേണ്ടത് ആവശ്യമായിരുന്നതുകൊണ്ട് പാപമോചനം നൽകി തരുവാൻ ഒരു മതത്തിനോ ഒരു മതഭക്തിക്കോ ഒരു പൗരോഹിത്യത്തിനോ നമ്മുടെ പാരമ്പര്യത്തിനോ ഒന്നും കഴിയാതിരിക്കെ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തത്തിന് മാത്രമേ നമ്മൾക്ക് പാപമോചനം നൽകി തരുവാൻ കഴിയത്തുള്ളൂ എന്നുള്ള നിയമത്തിന് മുമ്പിൽ അവൻ നമ്മുടെ എല്ലാവരുടെയും പാപങ്ങളെ സ്വയം ചുമലിലേറ്റി നമ്മുടെ പാപത്തിൻ്റെ ശമ്പളമായിരിക്കുന്ന മരണം ക്രൂശന്മേൽ ഏറ്റു. അവിടെ അവൻ മരിച്ചു, അടക്കപ്പെട്ടു. അവൻ ഇതാ സ്വർഗത്തിലേക്ക് കടന്നു പോയിരിക്കുന്നു. ഇത് ചരിത്രമാണ്, ഇത് ഹിസ്റ്ററിയാണ്, ഇതൊരു കെട്ടുകഥയല്ല. ആ യേശുക്രിസ്തു ഇനിയും താൻ കൽപ്പിച്ച വണ്ണം ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുവാനുള്ള സമയമായിരിക്കാൽ അവൻ ഏതൊന്നിനു വേണ്ടി ക്രൂശിൽ തറയ്ക്കപ്പെട്ടുവോ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങളാരും ഇന്നേവരെ പ്രവേശിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇതേവരെ നിങ്ങൾക്ക് ആർക്കും പാപമോചനം ലഭിച്ചിട്ടില്ലെങ്കിൽ, അവൻ മടങ്ങി വരുമ്പോൾ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും, ലജ്ജിക്കേണ്ടി വരും, നിന്ദിക്കപ്പെടേണ്ടി വരും. ഒരിക്കൽ അവനേറ്റ നിന്ന മുഴുവനും നിങ്ങളുടെ മേലേക്ക് മടങ്ങി വരുവാനുള്ള സാധ്യതയുമുണ്ട്. ആകയാൽ നോക്ക് പ്രിയരെ, നിങ്ങൾക്ക് പാപമോചനം ലഭിക്കേണ്ടതിന് ഞങ്ങളിത് പ്രസംഗിക്കുന്നു. പാപമോചനം മരിച്ചതിന് ശേഷമല്ല, മരിച്ചതിന് ശേഷം അത് ആർക്കും ലഭിക്കുകയുമില്ല. ഭൂമിയിൽ നമ്മളൊരു പാപിയായിട്ടാണ് മരിക്കുന്നതെങ്കിൽ മരിച്ചതിന് ശേഷം പുരോഹിതന്മാര്, വിശേഷാൽ ക്രിസ്തീയ മതപുരോഹിതന്മാര് കല്ലറയിൽ ചെയ്യുന്ന ധൂപ പ്രാർത്ഥനയ്ക്കോ, ഈ പ്രസംഗിക്കുന്ന എൻ്റെ പേര് വിജയഗോപാൽ എന്നാണ്, ഞാനൊരു ഹിന്ദുമത വിശ്വാസത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടവനാണ്. ഞാൻ ഹിന്ദുമതത്തിൽ എത്ര നല്ലവനായിട്ട് ജീവിച്ചാലും എൻ്റെ മക്കളോ അനിന്ദ്രന്മാരോ ചെയ്യുന്ന പിണ്ട അടിയന്തരങ്ങൾക്കുമോ നമ്മളെ ആ നിത്യനരകാഗ്നിയിൽ വീണ്ടെടുക്കുന്ന പാപമോചനം നൽകി തരുവാൻ കഴിയത്തില്ല എന്നുള്ള സത്യം അറിഞ്ഞിരിക്കെ, ഞങ്ങളെപ്പോലെയുള്ള സുവിശേഷം അറിയിപ്പാനായിട്ട് ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന ഞങ്ങൾ തെരുവോരങ്ങളിലും ചന്തസ്ഥലങ്ങളിലും നിങ്ങളുടെ വീടിൻ്റെ മുമ്പിലുമൊക്കെയും കടന്നു വന്ന് യേശുക്രിസ്തുള്ള പാപമോചനം അറിയിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അല്പനേരം നിങ്ങളുടെ ഉന്നത ഭാവങ്ങളെ ഒന്ന് താഴ്ത്തുന്നത് നന്നല്ലയോ? മതഭക്തിയും പിതൃപാരമ്പര്യങ്ങളെയും വിട്ടുകളഞ്ഞ് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൽ എനിക്ക് പ്രാപ്യമാകുവാനിരിക്കുന്ന ആ ദൈവസ്നേഹത്തെ തിരിച്ചറിയുവാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ താഴ്ത്തിക്കൊള്ളുവിന്. ആകയാൽ നോക്ക് പ്രിയരെ, യേശുക്രിസ്തു ഇനി മടങ്ങി വരുമ്പോൾ ഈ പാപമോചനം ലഭിച്ച വ്യക്തികൾക്ക് മാത്രമേ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനോട് കൂടെ ജീവിപ്പാൻ കഴിയത്തുള്ളൂ. അപ്പോൾ പാപിയും ദോഷിയുമായിട്ട് നിങ്ങൾ ജനിച്ചു, പാപിയും ദോഷിയുമായിട്ടാണ് മരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തുവിനോട് കൂടെ വാഴുവാൻ കഴിയത്തില്ല. പ്രത്യേകിച്ച് ഒരു മതത്തിനോടും ദൈവത്തിന് പ്രതിപത്തിയൊന്നുമില്ല. ക്രിസ്തീയ മതത്തിനോടും ദൈവത്തിന് പ്രത്യേകിച്ച് ഒരു പ്രതിപത്തിയുമില്ല. ദൈവം ഒരുവനേ ഉള്ളുവെന്നും ആ ഏകസത്യ ദൈവം ഈ ആകാശത്തെയും ഭൂമിയെയും സൂര്യചന്ദ്രാദികളെയും സൃഷ്ടിച്ചവനാണെന്നും, എന്നാൽ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാര ബലിയായിട്ട് ഇതിനെല്ലാം സൃഷ്ടിച്ചവനായിരിക്കുന്ന ദൈവവചനമായിരിക്കുന്ന ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു ഈ താഴെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ പാപങ്ങളെ ചുമന്ന് കഷ്ടമേറ്റ് മരിക്കേണ്ടി വന്നു. എന്തിനു വേണ്ടി? പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ നമ്മുടെ എണ്ണമില്ലാത്ത പാപങ്ങളെ ചുമന്നുകൊണ്ട് അവൻ ക്രൂശന്മേൽ കയറി. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വരേണ്ടതിനും തന്നെ. ആകയാൽ നോക്ക് പ്രിയരെ, നിങ്ങളുടെ പട്ടിണി മാറുന്നതോ, നിങ്ങളുടെ 2 നില 3 നിലയാക്കുന്നതിനെ പറ്റിയോ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതിനെ പറ്റിയോ ഒന്നുമല്ല ഞാൻ പറഞ്ഞു വന്നത്. നിങ്ങൾ എന്തൊക്കെ നേടിയാലും ശരി, ഈ സർവ്വലോകവും നേടിയാലും ശരി, നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ നേടുന്നില്ല എങ്കിൽ നിങ്ങൾക്കതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ആകയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്പനേരം ശ്രദ്ധ വെച്ച് കേൾക്കണമേ. കാരണം നമ്മളെല്ലാവരും മരിക്കും, ഞാനും മരിക്കും, നിങ്ങളും മരിക്കും. മരിച്ചതിന് ശേഷം നമ്മളെല്ലാവരും ന്യായകർത്താവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. എന്ന് വെച്ചാൽ എല്ലാ ജാതി മതസ്ഥരോടും പറയുന്നു, കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ നാം എല്ലാവരും നിൽക്കേണ്ടി വരും. എല്ലാ മനുഷ്യരും നിൽക്കേണ്ടി വരും. ഉന്നതന്മാരും താഴെയുള്ളവരും, അധമന്മാരായിരിക്കുന്നവരും, അല്ലെങ്കിൽ എന്താണ് മറ്റുള്ളവർ നികൃഷ്ടന്മാരെന്ന് പറയുന്നവരും, സവർണരെന്ന് പറയുന്നവരും എല്ലാവരും യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. അതിനകത്ത് അച്ഛന്മാരും തിരുമേനിമാരും വരും. സാധാരണ കള്ളുകുടിച്ച് ഓടയിൽ കിടക്കുന്ന, പള്ളിയിൽ വെറുതെ പള്ളിയിൽ പോകുന്ന ഒരു വ്യക്തിയും വരും. എല്ലാവരും യേശുക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിന്നേ പറ്റൂ പ്രിയരെ. എന്നാൽ അന്ന് ആ യേശുക്രിസ്തുവിന്റെ മുമ്പിൽ നിങ്ങൾ നിൽക്കുമ്പോൾ
ഭൂമിയിൽ നിങ്ങൾ ഉന്നതന്മാരും ഭൂമിയിൽ നിങ്ങൾ വളരെ ബഹുമാന്യ വ്യക്തികളും ആയിരുന്നു എങ്കിലും, അല്ല പുരോഹിതനോ അല്ലെങ്കിൽ മന്ത്രിയോ രാജാവോ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, പക്ഷെ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ ന്യായവിധിയിൽ നിങ്ങളെ രക്ഷിപ്പാൻ ഒറ്റ കാര്യമേ ഉള്ളൂ: ഭൂമിയിൽ വെച്ച് നീ പാപമോചനം നേടിയോ? പാപികൾക്ക് വേണ്ടി ക്രിസ്തു മരിച്ചിരിക്കാൻ ആ ക്രിസ്തുവിലുള്ള പാപമോചനം ഞാൻ പ്രസംഗിക്കുന്നു. ലോകപ്രിയരെ, ക്രിസ്തീയ മതവിശ്വാസികൾ എന്നും പറയുന്ന ഒരു വാക്കുണ്ട്: ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്. ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും പൂർവ്വപിതാക്കന്മാരും ഞങ്ങളുടെ മക്കളും എല്ലാവരും പാപികളും ദോഷികളുമാണ്. നൂറ്റാണ്ടുകളായിട്ട് ഞങ്ങൾ അനുവർത്തിച്ച് വന്നിരുന്ന യാതൊരു വിധമായിരിക്കുന്ന മതാചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ യാതൊന്നിനും പാപമോചനം നൽകി തരുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ തന്നെ സാക്ഷ്യം പറയുന്നു. ഇനി നമ്മുടെ ആരാധനാലയങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ പുരോഹിതന്മാരും പറയും, സൺഡേ സർവീസൊക്കെ കഴിഞ്ഞിട്ട് അവസാനം ഒരു കാര്യമുണ്ട്, എല്ലാം വട്ടപൂജ്യമാക്കി തീർക്കുന്ന ഒരു ചൊല്ലുണ്ട്: ഞങ്ങളും പാപികളും ദോഷികളുമായിരിക്കാൽ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും കൂടെ അപേക്ഷിക്കണമേ. ഏത് വലിയ സംഖ്യയും പൂജ്യം കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഉത്തരം പൂജ്യമായിരിക്കുന്ന പോലെ ഇദ്ദേഹം ഇന്ന് പ്രസംഗിച്ച പ്രസംഗം മുഴുവനും വട്ടപൂജ്യമായിട്ട് തീർന്നിരിക്കുകയാണ്. കാരണം പാപിയും ദോഷിയുമായിരിക്കുന്ന നിന്നെ എങ്ങനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും? അവന്റെ ഉപദേശത്തിന് എങ്ങനെ നിന്നെ ദൈവവുമായിട്ട് നിരപ്പിക്കുവാൻ കഴിയും? യേശുക്രിസ്തു ചോദിക്കുന്നു, കുരുടൻ കുരുടനെ വഴി കാണിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴത്തില്ലയോ? അതെ, അന്ധനായിരിക്കുന്ന ഒരു മനുഷ്യൻ അന്ധനായിരിക്കുന്ന മറ്റൊരുവന്റെ കരം പിടിച്ചുകൊണ്ട് ഈ തെരുവോരങ്ങൾ കൂടെ നടക്കുവാൻ കഴിയുമോ? ഇരുവരും വണ്ടിയിടിച്ച് ചത്തുപോകും, അല്ലെങ്കിൽ കുഴിയിൽ വീണ് ചത്തുപോകും. ലോകപ്രിയരെ, പാപിയും ദോഷിയുമായിരിക്കുന്ന ഒരു പുരോഹിതന്, പാപിയും ദോഷിയുമായിരിക്കുന്ന ഒരു മനുഷ്യനെ വിശുദ്ധിയിലേക്ക് നയിപ്പാൻ കഴിയത്തില്ല. അപ്പോൾ നിങ്ങൾ ഒരാൾ ചോദിക്കണം, ഈ പ്രസംഗിക്കുന്നവൻ പിന്നെ ആരാ? നീയും പാപിയും ദോഷിയുമല്ലയോ? ആയിരുന്നു പ്രിയരെ. ഈ ഭൂമിയിലെ എല്ലാവരെക്കാൾ ഉപരി പാപം ചെയ്ത ഒരു മനുഷ്യനാണ് ഞാൻ. പാപിയിൽ ഒന്നാമനായിരുന്ന ഒരു മനുഷ്യനാണ് വിജയഗോപാൽ എന്ന് പറയുന്ന ഹിന്ദു മതവിശ്വാസിയായിരുന്ന ഞാൻ. എന്നാൽ ഇന്ന് ഞങ്ങൾ നിങ്ങളോട് അധികാരത്തോടെ സംസാരിക്കുമ്പോൾ എനിക്ക് യേശുക്രിസ്തുവിൽ പാപമോചനം ലഭിച്ചവനാണ്. പാപിയും ദോഷിയും എന്നുള്ള പദവിയിൽ ഞാൻ മരിച്ച യേശുക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിനെ എനിക്ക് നൽകപ്പെട്ടത് വഴി ഞാൻ ഇന്ന് ദൈവത്തിന്റെ മകനും വിശുദ്ധനുമായിട്ട് ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആകയാൽ പാപമോചനം ലഭിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ സുവിശേഷം ഘോഷിപ്പാൻ കഴിയത്തുള്ളൂ. പാപമോചനം ഉറപ്പില്ലാത്തവരെ കള്ളു കുടിക്കല് മോനെ, കഞ്ചാവ് വലിക്കല്ലേ എന്ന് മാത്രമേ പറയത്തുള്ളൂ. എന്നാൽ നോക്ക് പ്രിയരെ, അധികം ഞാൻ വലിച്ചു നീട്ടുന്ന പ്രസംഗമല്ല. യേശുക്രിസ്തുവിനുള്ള പാപമോചനം മാത്രം ക്രിസ്തീയ മതവിശ്വാസികൾ അധികമായിട്ട് കേൾക്കുന്നത് നിങ്ങളോട് പറയുമ്പോൾ ആരുടെ ഹൃദയം കയ്പ് കൊണ്ട് നിറയല്ലേ? ആരുടെ ഹൃദയം ഈ പ്രസംഗിക്കുന്ന ഞങ്ങൾക്കെതിരെ തിരിയുമേ അരുതേ പ്രിയരെ. കാരണം ഞങ്ങളോടല്ല, ഞങ്ങളെ അയച്ച സ്വർഗസ്വനായിരിക്കുന്ന പിതാവിനോടത്രേ നിങ്ങൾ എതിർക്കുന്നത്. കാരണം ഞങ്ങൾ സ്വന്തം ഇഷ്ടത്താലല്ല, ദൈവം അയച്ചിട്ടത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നു, എന്നെ തള്ളിക്കളഞ്ഞവൻ എന്നെ അയച്ചവനെ തള്ളിക്കളയുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നു. യേശുക്രിസ്തുവിനെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം നിങ്ങൾ കേൾക്കുന്നു, വിശ്വസിക്കുന്നു. ആകയാൽ നോക്ക് പ്രിയരെ, ഞങ്ങൾ വളരെ വേഗം പറഞ്ഞ് അവസാനിപ്പിച്ചു കൊള്ളട്ടെ. ഈ പ്രസംഗത്തിന് മറ്റൊരു പ്രശ്നം കൂടി ഉണ്ടെന്നുള്ളത് ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ. നമ്മുടെ ഈ ഇലക്ഷൻ കഴിഞ്ഞല്ലോ, ഒത്തിരി പ്രസംഗങ്ങൾ നമ്മൾ കേട്ടുവല്ലോ. ഈ റോഡ് മനോഹരമാക്കും, പുതിയ പാലങ്ങൾ, എന്തൊക്കെ പരിപാടികളാണ്, പെൻഷനുകൾ, നിങ്ങൾ ഭൗതികമായിട്ട് അനേക വാഗ്ദത്തങ്ങൾ തന്നു കഴിഞ്ഞു. പക്ഷേ ഈ റോഡ് സ്വർണം കൊണ്ട് പണിഞ്ഞു തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പണിഞ്ഞു കിട്ടിയാലും നിങ്ങളുടെ ഹൃദയത്തിന്റെ വേദന മാറ്റിക്കളയുവാൻ ഒരു രാഷ്ട്രീയ നേതാക്കന്മാർക്കും കഴിയത്തില്ല. അനേക മതപ്രഭാഷണങ്ങൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞു. എല്ലാ സൺഡേ നിങ്ങൾ പള്ളിയിൽ പ്രസംഗം കേട്ട് കഴിഞ്ഞു, മറ്റ് പ്രസംഗങ്ങളും കേട്ട് കഴിഞ്ഞു. പക്ഷെ ഇന്നും പാപമോചനം നൽകി തരുവാൻ മതഭക്തിക്കും പുരോഹിതന്മാർക്കും കഴിഞ്ഞിട്ടില്ല. ആകയാൽ കേട്ടുകൊള്ളുവിന്, എന്താണ് പാപം, എന്താണ് പാപമോചനം, എന്താണ് ദൈവത്തിന്റെ ന്യായവിധി? പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ദൈവം എത്ര മനുഷ്യനെ സൃഷ്ടിച്ചു? നിങ്ങൾ പറയാറുണ്ടല്ലോ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്ന്. അതിനകത്ത് വലിയൊരു വഞ്ചനയുണ്ട്. അതെന്താണെന്നറിയാമോ? ദൈവം പരിശുദ്ധൻ 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 എന്ന് നിങ്ങൾ തന്നെ പള്ളികളിൽ ഘോഷിക്കാറുണ്ട്, പുരോഹിതന്മാരും ഘോഷിക്കാറുണ്ട്. ഞാൻ പറഞ്ഞ എന്തെങ്കിലും ബൈബിൾപരമായിട്ട് കള്ളമാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ ചോദ്യം ചെയ്യാം. എന്നാൽ നോക്കുവിൻ, ദൈവം പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ അതേ നാവ് കൊണ്ട് തന്നെ നിങ്ങളെപ്പറ്റി സാക്ഷ്യം പറയുന്നത് നിങ്ങൾ പാപികളാണ്, ദോഷികളാണ് എന്നുള്ളതാണ്. അപ്പോൾ ദൈവം പരിശുദ്ധനും നിങ്ങൾ പാപികളുമായിരിക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ദൈവത്തിന്റെ മക്കളായിട്ട് തീരുന്നത്? ഇതൊരു വഞ്ചനയാണ്. ആകയാൽ നോക്ക് പ്രിയരെ, പാപികളും ദോഷികളും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ദൈവത്തിന്റെ മക്കളല്ല, നമ്മൾ ആദമിന്റെ മക്കളാണെന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന സത്യം. അപ്പോൾ ആദം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവനല്ലയോ? ആദം ദൈവത്തിന്റെ മകനല്ലയോ എന്ന് നിങ്ങളുടെ ഒരു അമ്മച്ചി ഇപ്പോൾ സംശയം പറഞ്ഞു. ശരിയാണ്, ആദം ദൈവത്തിന്റെ മകനായിരുന്നു, ഇപ്പോഴല്ല. ആദമിനെ സൃഷ്ടിച്ചതും ദൈവമാണ്. പക്ഷേ അവനെ നോക്കുവിന് ഏതാണ്ട് 6000 വർഷത്തെ ചരിത്രം മാത്രമല്ലേ ഉള്ളൂ ഭൂമിയിൽ മനുഷ്യന്. 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ഏകപുരുഷനായിരിക്കുന്ന ആദമിനെ മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ. മറ്റൊരു മനുഷ്യനെയും ദൈവം സൃഷ്ടിച്ചിട്ടില്ല. ഈ മനുഷ്യൻ വിശുദ്ധനും ദൈവത്തിന്റെ മകനും, അവൻ
ആദമിനെ ദൈവം ഏദൻ പ്രദേശയിൽ നിർത്തുമ്പോൾ ദൈവവുമായിട്ട് കൂട്ടായ്മയുമുള്ള ദൈവത്തിൻ്റെ വിശുദ്ധനും മകനുമായിരുന്നു ഈ ആദം. എന്നാൽ നമുക്കറിയാം, മറ്റ് വിശേഷങ്ങൾ ഞാൻ അധികം വിവരിക്കുന്നില്ല, കാരണം എനിക്കൊരു കാര്യം പറയാനുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം ഒന്ന് പറയണം. എന്നാൽ നോക്ക് പ്രിയരെ, ആ മനുഷ്യൻ എന്താണ് ചെയ്തത്? ആ മനുഷ്യൻ പാപം ചെയ്തു. ആ മനുഷ്യൻ എന്ത് പാപമാണ് ചെയ്തത്? അവൻ അനുസരണക്കേട് കാണിച്ചു. ദൈവത്തിൻ്റെ കൽപ്പനയെ നിഷേധിച്ച് അവൻ സാത്താൻ്റെ ഇഷ്ടം ചെയ്യുക വഴി അവൻ ദൈവത്തിൻ്റെ പിതൃത്വത്തെ തന്നെ തള്ളിക്കളഞ്ഞ് സാത്താനെ അപ്പനായിട്ട് സ്വീകരിച്ച ഒരു വിപരീതമായിരിക്കുന്ന ഒരു അനുഭവമാണ് ആ ഏദൻ പർദീസയിൽ നടന്നത്. യേശുക്രിസ്തു പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനയെ അനുസരിക്കും. അവിടെ നോക്കൂ, ദൈവത്തിൻ്റെ കൽപ്പനയെ അനുസരിക്കാതെ സാത്താൻ്റെ കൽപ്പനയെ അനുസരിക്കുക വഴി ഈ ഏകപുരുഷനായിരിക്കുന്ന ആദം ദൈവത്തെക്കാൾ ഉപരി സാത്താനെ സ്നേഹിച്ചു എന്നുള്ളത് സ്പഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്താണ് സംഭവിച്ചത്? അവൻ്റെ ശരീരത്തിൽ ഒരു കുഴപ്പവും ഉണ്ടായില്ല. എന്നോട് ക്രിസ്തീയ പുരോഹിതന്മാർ വരെ പറഞ്ഞിട്ടുണ്ട്, മോനെ ഇതൊക്കെ കള്ളമാടാം. കാരണം ആദം മരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ട് ആദം മരിച്ചില്ലല്ലോ, അപ്പോൾ ദൈവം കള്ളനാണ്. ഒരു ക്രിസ്തീയ പുരോഹിതന്മാർ തന്നെ എന്നോട് പറഞ്ഞ പ്രിയ ലജ്ജാകരമായിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആദം മരിക്കുമെന്ന് ദൈവം കൽപ്പിച്ചിട്ട് പഴന്തുന്ന നാളിൽ ആദം മരിച്ചില്ലല്ലോ എന്നാണ് വാദം. എന്നാൽ പ്രിയരെ, ആദം മരിച്ചു. എങ്ങനെയാണ് മരിച്ചത്? അതായത് ആദം ആത്മാവിൽ വിശുദ്ധനായിരുന്നു. ദൈവം ആത്മാവാണ്, സാത്താനും ആത്മാവാണ്. ആത്മാവിൽ വിശുദ്ധനായിരിക്കുന്ന ആദം അനുസരണക്കേട് കാണിച്ചത് വഴി തൻ്റെ ഉള്ളത്തിൽ വ്യാപരിച്ചിരുന്ന വിശുദ്ധിയുടെ ആത്മാവിൽ അവൻ മരിക്കുകയും ആ ക്ഷണം തന്നെ ഇരുട്ടിൻ്റെ അധികാരമായിരിക്കുന്ന സാത്താൻ്റെ ആത്മാവ് അവനിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. അതായത് ആത്മാവിൽ വിശുദ്ധനായിരിക്കുന്ന ആദം ആ വിശുദ്ധിയിൽ മരിച്ച് സാത്താൻ്റെ സന്തതിയും പാപിയുമായിട്ട് രൂപാന്തരം ചെയ്തതാണ് യഥാർത്ഥമായിരിക്കും ഏദൻ പർദീസയിലെ പാപം. അതേ പ്രിയരെ, ഇപ്പോൾ ആദം ദൈവത്തിൻ്റെ മകനല്ല ആയിരുന്നു. ഇപ്പോൾ ആദം വിശുദ്ധനല്ല ആയിരുന്നു. ഇപ്പോൾ ആദം പാപിയും സാത്താൻ്റെ സന്തതിയും ദൈവത്തിൻ്റെ ശത്രുവും ദൈവത്തിൻ്റെ സ്വർഗത്തിൽ നിന്ന് അല്ലെങ്കിൽ ഏദൻ പർദീസയിൽ നിന്ന് മാറ്റപ്പെട്ടവനും അവനാണ് വ്യർത്ഥനുമായിട്ട് തീർന്നു. ആ ഏകനായിരിക്കുന്ന പുരുഷന്റെ രക്തത്തിൽ നിന്നാണ് നമ്മളെല്ലാവരും ജനിച്ചത്. നമ്മൾ ക്രിസ്തീയ മതമാകട്ടെ, ഹിന്ദു മതമാകട്ടെ, ഇസ്ലാം മതമാകട്ടെ, ചെറിയവരോ വലിയവരോ സവർണരോ അവർണരോ എന്നൊക്കെ പറയുന്നവരുമായിക്കൊള്ളട്ടെ, ഈ ഭൂമിയിലെ സകല ജനനദികളും ഈ ഏക പുരുഷനായിരിക്കുന്ന സാത്താൻ്റെ സന്തതിയായിരിക്കുന്ന ആദമിൻ്റെ രക്തത്തിൽ നിന്ന് പിറന്നതുകൊണ്ട് നമ്മളെല്ലാവരും പാപം ചെയ്തവരാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വചനം ഡിക്ലെയർ ചെയ്തിരിക്കുന്നു, നീതിമാനായിട്ട് ആരും ഇവിടെ ജനിക്കുന്നില്ല, ഒരുത്തൻ പോലും ഇല്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയവരാണ്. നോക്ക് പ്രിയരെ, ഇങ്ങനെ എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയത് വഴി